ജാതികളുടെ പട്ടണമായ ഗലീല എന്ന് വിശേഷിപ്പിച്ച, ഇരുളടഞ്ഞ ദേശമെന്ന് വിശേഷിപ്പിച്ച ആ സ്ഥലത്തിലല്ലേ, ആ പട്ടണത്തിലല്ലേ യേശു കർത്താവ് ഫസ്റ്റ് മിറക്കിൾ ചെയ്തത്? കാനാവ് എന്ന് പറയുന്ന സ്ഥലം എവിടെയായിരുന്നു? ഗലീലയിൽ. ആ കാനാവിലെ കല്യാണത്തിലല്ലേ പച്ചവെള്ളം വീഞ്ഞാക്കി കർത്താവ് മാറ്റിയത്? അങ്ങനെയാണെങ്കിൽ ദൈവപ്രവൃത്തിക്ക് സാധ്യതകളില്ല എന്നും മനുഷ്യനും ഒരുപക്ഷെ പ്രാർത്ഥിച്ചവര് പോലും പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുന്ന ആ മേഖലയിലേക്ക് ഇന്ന് പകൽ കർത്താവ് കയറി വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടേക്ക് കർത്താവ് കയറി വരാൻ പോവുകയാണ്. പിന്നെ അവിടുന്ന് പോകത്തില്ല. പിന്നെ ആ പട്ടണങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും അവന്റെ സകല പ്രവൃത്തികളും. പിന്നെ ആ ഭവനത്തെ വിട്ട് പോകത്തില്ല. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അവന്റെ സകല അത്ഭുതങ്ങളും. പ്രതീക്ഷകൾ കൈവിട്ട്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ആരെങ്കിലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നെങ്കിൽ നിനക്കൊരു പ്രതീക്ഷ കർത്താവ് തരികയാണ്. ജാതികളുടെ പട്ടണമായ ഗലീല വലിയൊരു വെളിച്ചം കണ്ടു. ജാതികളുടെ പട്ടണമായ ഗലീല വലിയൊരു വെളിച്ചം കണ്ടു. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാവേ, മക്കളുടെ ജീവിതത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത്, അവരുടെ ജീവിതത്തെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയ പിതാവേ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ നിന്നോട് പറയുന്നു, എന്റെ കുഞ്ഞിന്റെ ജീവിതം ഇരുണ്ടടഞ്ഞു പോയി, എന്റെ കുഞ്ഞ് ഇരുട്ടിലാണ്, എന്റെ മക്കൾ ബന്ധനത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, പറയുന്നെങ്കിൽ, ആ മകനെ, ആ മകളെ വലിയൊരു വെളിച്ചമാക്കി മാറ്റാൻ, അത്ഭുതമാക്കി മാറ്റാൻ യേശുവിന് കഴിയും. ഞാൻ എന്റെ മെസ്സേജിലേക്ക് വരികയാണ്. ദൈവപ്രവൃത്തിക്ക് സാധ്യതയില്ല എന്ന് ലോകം വിധി എഴുതിയ ഗലീലയിൽ യേശു തന്റെ പ്രവൃത്തി ആരംഭിച്ചു. അതും പ്രൊഫസിയുടെ ഫുൾഫിൽമെന്റ് ആണ്. ജനിക്കേണ്ടത് എവിടെയാണ്? ജനിക്കേണ്ടത് എവിടെയാണ്? മീഖായുടെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വിശുദ്ധ ബൈബിളിൽ മീഖ 5:2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇസ്രായേലിന്, ലോക ജനതയ്ക്ക്, മാനവ കുലത്തിന് അധിപതിയായിരിക്കേണ്ടവൻ ഉത്ഭവിച്ചു വരുന്ന സ്ഥലമാണ് ബത്ലഹേം. യേശു ബത്ലഹേമിൽ ജനിക്കുമെന്നുള്ളത് മീഖ പ്രവചിച്ച പ്രവചനമാണ്. യേശുവിന്റെ ജനനം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ ജീവിതം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ മരണം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ അടക്കം എല്ലാം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അടക്കം എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല എന്നൊരു പ്രൊഫസി, പ്രവചനം യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചതാണ്. അവന്റെ അടക്കം സമ്പന്നന്മാരോടുകൂടെയായിരുന്നു എന്നൊരു പ്രവചനം യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. കുറുനരികൾക്ക് കുഴിയും പറവകൾക്ക് ആകാശവും ഈ ഭൂമിയിലുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് പറഞ്ഞ കർത്താവായ യേശു മശിഹായെ അടക്കിയത് എവിടെയാണെന്നറിയാവോ? ഒരു മിനിസ്റ്ററിന്റെ, ഒരു മന്ത്രിയുടെ, അന്നത്തെ കാലത്തെ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയുടെ, ആരെയും വെച്ചിട്ടില്ലാത്ത പൂന്തോട്ടത്തിനകത്തുള്ള, ഗാർഡനകത്തുള്ള അരുമത്യയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിലാണ് യേശുവിനെ അടക്കിയത്. കാരണം അവിടെ അല്ലാതെ വേറെ എങ്ങും അടക്കാൻ പറ്റുകയില്ല. കാരണം പ്രവചനം കിടക്കുകയാണ്, അവനെ അടക്കിയത് സമ്പന്നന്മാരോടുകൂടെയായിരുന്നെന്ന്. 2, ആ കല്ലറയ്ക്കുള്ള പ്രത്യേകത, അത് മണ്ണിൽ വെട്ടിയ കല്ലറയല്ലായിരുന്നു, അത് കല്ലിനകത്ത് വെട്ടിയ കല്ലറയിലായിരുന്നു. മൺതരികൾ ആ കല്ലറയിൽ ഇല്ലായിരുന്നു. കാരണം എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ഇന്ന് പകൽ ഏതെങ്കിലും ഒരു വാഗ്ദത്തം നിന്റെ മേളിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രോമിസ് നിന്റെ മേലുണ്ടെങ്കിൽ, കാലങ്ങൾ എത്ര പിന്നിട്ടാലും, കാലഘട്ടങ്ങൾ എത്ര മാറിത്തിരിഞ്ഞാലും, ഇന്ന് പകൽ പറഞ്ഞ വാക്കുകൾ ദൈവം മാറ്റി പറയത്തില്ല. ആ വാഗ്ദത്തങ്ങളെ അവൻ നിവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ഇങ്ങനെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനം മുഴുവൻ പ്രവചനങ്ങളാണ്, പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്ന കർത്താവേ, അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിന്റെ എൻറ്റയർ ദ ലൈഫ് ഈ ഭൂമിയിൽ തിരസ്കരണങ്ങൾ, തള്ളപ്പെടലുകളായിരുന്നല്ലോ. അപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ എന്നെ അറിയിച്ചത്, മോനെ, നിങ്ങളൊക്കെ ജനിച്ചതിന് ശേഷമല്ലേ, ഈ ഭൂമിയിൽ പലരും ജനിച്ച് പ്രായവും പക്വതയായതിനു ശേഷമല്ലേ അവർക്ക് എന്നെ ഇഷ്ടമല്ലെന്നും ഇവർക്ക് എന്നെ ഇഷ്ടമല്ലെന്നും അവരെന്നെ തള്ളിയെന്നും ഇവരെന്നെ ഒറ്റപ്പെടുത്തിയെന്നും ഒക്കെ മനസ്സിലായത്. പക്ഷെ എന്റെ പുത്രനില്ലേ, എന്റെ മകൻ, എന്റെ ഏകജാതനായ മകൻ, മറിയത്തിന്റെ ഉദരത്തിന്റെ പരിമിതികളിൽ തുടങ്ങിയതാണ് അവനോടുള്ള തിരസ്കരണങ്ങൾ. വേദപുസ്തകത്തിൽ ലൂക്കോസ് 2:7 പറയുന്നു, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ. ബാക്കി എല്ലാവർക്കും വഴിയമ്പലത്തിൽ ഇടമുണ്ട്. എന്താണ് ഈ വഴിയമ്പലത്തിന്റെ ചരിത്രം? ഈ ജോസഫിന്റെ നാടാണ് ബേത്ലഹേം. ആരുടെ നാടാ? ജോസഫിന്റെ നാടാണ്. പക്ഷേ ജോസഫിന്റെ ഇപ്പോഴത്തെ ഭവനവും അന്നത്തെ ഭവനവും ഇപ്പോഴും ഉണ്ട്. ആ വീട് ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്, അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ജോസഫിന്റെ അന്നത്തെ ആ ഭവനവും ജോസഫിന്റെ കാർപ്പന്റർ ഷോപ്പ്, തടിപ്പണിക്കാരനായിരുന്നു. ആ പണിശാലകളെല്ലാം നസ്രയത്തിലായിരുന്നു. ഈ നസ്രയത്തിൽ നിന്ന് 80 മൈൽ ദൂരമുണ്ട് ബെത്ലഹേമിലേക്ക്. അപ്പോൾ ഈ യാത്രയിൽ, ഈ 80 മൈലുള്ള ഈ യാത്രയിൽ, 80 മൈൽ എന്ന് പറഞ്ഞാൽ 128 കിലോമീറ്റർ ഉണ്ട്. 128 കിലോമീറ്റർ നസ്രയത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക്. ആ യാത്രാമധ്യയിൽ യേശു കർത്താവിന് ജനിക്കുവാനുള്ള സമയമായപ്പോൾ മറിയത്തിന് കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ള പെയിൻ തുടങ്ങിയപ്പോൾ, ഈ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പം പല ആളുകളും ലോങ് ജേർണി പോവുകയാണെങ്കിൽ അവര് ഹോട്ടലുകൾ എടുത്ത് താമസിക്കും, എന്നിട്ട് അടുത്ത ദിവസം യാത്ര ചെയ്യും. അന്ന് കഴുതപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇടത്താവളങ്ങൾ ഉണ്ടായിരുന്നു. ഇടത്താവളങ്ങൾ. ആ ഇടത്താവളങ്ങളിൽ ഇപ്പൊ നിങ്ങളൊരു ഹോട്ടലിൽ ചെന്നാൽ നിങ്ങളുടെ കാറ് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യും, അല്ലേ? അന്നത്തെ അവരുടെ കാറായിരുന്നു കഴുതയും കുതിരയൊക്കെ. അതിനെ അവർ കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്ന് വെച്ചാൽ ഇതുങ്ങളെ എല്ലാം കൂടെ കൊണ്ടുപോയി ആ ഹോട്ടലിൽ, ആ ഇടത്താവളത്തിൽ, ആ വഴിയമ്പലത്തിൽ താമസിക്കാൻ വരുന്നവരുടെ എല്ലാ കാളയും കുതിരയും എല്ലാം കൊണ്ട് ഒന്നിച്ച് കെട്ടിയിടുന്ന ഒരു പ്രത്യേക സൗകര്യം എല്ലാ ഇടത്താവളങ്ങൾക്കും വഴിയമ്പലങ്ങൾക്കും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിനെ പ്രസവിക്കുവാൻ വേണ്ടി മേരിയും ജോസഫും കൂടെ ഈ വഴിയമ്പലത്തിന്റെ വാതിലിൽ മുട്ടി. ആ ഇടത്താവളത്തിന്റെ വാതിലിൽ മുട്ടിയപ്പോ അതിന്റെ നടത്തിപ്പുകാരൻ പറഞ്ഞു, ഇതിനകത്ത് ഫുള്ളാണ്. നമ്മൾ പറയത്തില്ലേ, ചില ഹോട്ടലിൽ ചെല്ലുമ്പോൾ റൂം ഒന്നുമില്ല സാറേ, എല്ലാ റൂമും പോയിരിക്കുകയാണ്, there is no rooms. ഇതിനകത്ത് സ്ഥലമില്ല എന്ന് പറഞ്ഞു. അടുത്ത സ്ഥലം പിടിക്കാൻ സമയമില്ല. പെട്ടെന്ന് അവർ നോക്കുമ്പോൾ ഈ ഹോട്ടലിൽ, ഈ വഴിയമ്പലത്തിൽ പാർത്തിരിക്കുന്ന പലരുടെയും, ജോസഫിന്റെ ഉൾപ്പെടെ, കഴുതയും കുതിരകളെ കെട്ടിയിരിക്കുന്ന ഒരു പശുശാല പോലെ ഒരു ക്രമീകരണം അവിടെ ആ വഴിയമ്പലത്തിനുണ്ട്. അവിടെ യേശുവിനെ കിടത്തി എന്ന് വേദപുസ്തകം പറയുന്നു. എന്റെ മെസ്സേജ് ഇതാണ്: വഴിയമ്പലത്തിനകത്ത് എല്ലാവർക്കും സ്ഥലം ഉണ്ടായിരുന്നു. എന്റെ ചിന്തയിൽ മറിയത്തെയോ ജോസഫിനെയോ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ആ പ്രശ്നം നാട്ടുകാരടിച്ചിറക്കിയ ഒരു കഥയാണ്. ആ കഥ മറിയത്തിന് അനുകൂലമല്ലായിരുന്നു. വിവാഹിതയാകുന്നതിന് മുൻപ്, അവിവാഹിതയായിരുന്നപ്പോൾ, കൂടി വരും മുൻപേ
അവൾ ഗർഭവതിയായി. ഒരു സ്ത്രീ ഗർഭവതിയായാൽ 8 മാസം 9 മാസം 7 മാസം ഒക്കെ കഴിയുമ്പോൾ പറയണ്ട, കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ലോകസഹജമാണ്. ഹല്ലേലൂയ. അപ്പോൾ നാട്ടുകാരുടെ ഇടയുടെ എല്ലാം ഒരു കുശുകുശുപ്പ്. എന്തിനേറെ പറയുന്നു, സ്വപ്നത്തിൽ മറിയത്തിന്റെ ഭർത്താവായ യേശുവിന്റെ വളർത്തച്ഛനായ ജോസഫിനോട് സ്വപ്നത്തിൽ വന്ന് ദൂതൻ മറിയം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ ആണ് എന്ന് പറഞ്ഞത് കൊണ്ടാ പുള്ളി ഡിവോഴ്സ് ചെയ്യാന്. അങ്ങനെയുണ്ട് ബൈബിളിൽ വാക്യം, മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷനും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ഈ വഴിയമ്പലത്തിന്റെ വാതിലിൽ മുട്ടിയപ്പോ അവർക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണ് ഈ മുട്ടുന്നത്. അധികാരമോ പദവിയോ കൂടുതൽ പണമോ ഹുങ്കോ ഒക്കെ ഉള്ളവർക്ക് എവിടെ ഇന്ന് സ്ഥാനമുണ്ടല്ലോ. റൂമില്ലെങ്കിൽ ഒരു റൂം ഉണ്ടാക്കും. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. റൂമില്ലെങ്കിലും നിലവിലുള്ളവനെ, അവിടെ നേരത്തെ ബുക്ക് ചെയ്തവനെ വിളിച്ചു പറഞ്ഞ് അവനെ ക്യാൻസൽ ചെയ്തിട്ട് ഈ പുള്ളിയെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യിക്കും. പക്ഷെ യേശു കർത്താവിന്, മറിയത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജനിക്കാൻ വഴിയമ്പലത്തിൽ ഇടം കൊടുക്കാതെ വഴിയമ്പലക്കാർ സ്ഥലമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടുന്ന ആ രംഗമുണ്ടല്ലോ, മനസ്സിലാക്കണം. ഒരു സമൂഹം അവനെ തള്ളുകയാണ്. ഒരു സമൂഹം അവനെ റിജക്ട് ചെയ്യുകയാണ്. പുറത്തു വന്നിട്ടില്ല, ആള് ജനിച്ചിട്ടില്ല. വയറ്റിൽ വെച്ച് തന്നെ അവന് ഇടം കൊടുക്കാതെ ഒരു സമൂഹം അവനെ റിജക്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം കുറച്ച് സമയം, പിന്നെ അങ്ങ് റിവൈവൽ ആയിക്കോളും. നമ്മുടെ റിവൈവൽ എന്തോ നമുക്കറിയാലോ. 2-ാം അധ്യായം 13-14 വാക്യത്തിലേക്ക് വരണം. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. പെട്ടെന്ന് ജോസഫിന് വീണ്ടും എൻകൗണ്ടർ ഉണ്ടാകുകയാണ്. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ഈ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ അന്വേഷണം നടത്തുന്നുണ്ട്. ജനിച്ച സ്ഥലത്ത് വളർന്ന സഹോദരങ്ങളൊക്കെ ഒന്ന് കൈ ഉയർത്തി. ഞാൻ ജനിച്ചെടുത്ത് തന്നെ ഞാൻ വളർന്നേന്നുള്ളത് ഒരു 3 വയസ്സ് വരെയെങ്കിലും ഒന്ന് കൈ പൊക്കിയരേ ഒന്ന്. ഞാൻ ജനിച്ചെടുത്ത് തന്നെ വളർന്നേന്നുള്ളത്. ഹല്ലേലൂയ. യേശു കർത്താവ് ജനിച്ച് ദിവസങ്ങൾ മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപേ ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറയുകയാണ്, പെട്ടെന്ന് കുഞ്ഞുമായിട്ട് സ്ഥലം വിടണം, ഈ സ്ഥലത്തുനിന്ന് പോണം, ഈജിപ്തിലേക്ക് പോണം. ഇന്നത്തെ പോലല്ല, അന്ന് ട്രെയിൻ ബുക്ക് ചെയ്യാനോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനോ ഒന്നും പറ്റുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? പെട്ടെന്ന് പോകാൻ പറ്റുകയില്ല. ഇത്രയും മണിക്കൂറുകൾ, ഇത്രയും ദൂരം ഇസ്രായേലിൽ നിന്ന്, ഇസ്രായേൽ ഒരു രാജ്യമാണ്, ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ മിസ്രൈം അത് വേറൊരു രാജ്യമാണ്. ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് അന്നത്തെ കാലത്ത് പോകണമെങ്കിൽ വാഹന മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ, കഴുതയോ അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മറിയത്തെയും കൂട്ടിക്കൊണ്ട്, സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ എടുത്ത് മറിയത്തിന്റെ കയ്യിൽ കൊടുത്ത്, എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ അങ്ങ് ഇമാജിൻ ചെയ്യുക, ഞാനത് എങ്ങനെ ചെയ്യുള്ളൂ. മറിയത്തെയും കുഞ്ഞിനെയും കഴുതപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് യോസഫ് നടക്കുകയാണ്. ആ നടത്തം തിരസ്കരണത്തിന്റെ ഒരു നടത്തമല്ലേ? ജനിച്ചെടുത്ത് വളരാൻ പറ്റാതെ ജന്മദേശം റിജക്ട് ചെയ്യുന്ന കണ്ടോ? പ്രസവിക്കാൻ ഇടം കൊടുക്കാതെ സമൂഹം റിജക്ട് ചെയ്ത കണ്ടോ? ശ്രദ്ധിക്കുന്നു നിങ്ങൾ? ഹല്ലേലൂയ. പിന്നെ നമ്മൾ കർത്താവിനെ കാണുന്നത് സ്നാപക യോഹന്നാനോടുള്ള ബന്ധത്തിലാണ്. സമയപരിമിതികൾ കൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ?
എന്നാറേ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചു, കർത്താവിന്റെ അടുക്കൽ അയച്ചു, വരുവാനുള്ളവൻ നീയോ അല്ല, ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. വരാനുള്ളവൻ, യോഹന്നാൻ എന്താ ചോദിച്ചേ? വരാനുള്ളവൻ നീയോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമോ? നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുന്നവർ ഇത് മനസ്സിലാക്കട്ടെ. യേശു ക്രിസ്തു ആര് എന്നുള്ളത് ഈ ലോകത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷനായിരുന്നു. അവൻ തച്ചന്റെ മകനല്ലയോ? അവൻ ജോസഫിന്റെ മകനല്ലയോ? അവൻ നസ്രയത്തുകാരനല്ലയോ? ഇവൻ എങ്ങനെയാ ജനിച്ചത്? ഇവൻ എവിടുത്തുകാരനാണ്? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എല്ലാവരുടെയും അകത്തിരിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായ സ്നാപക യോഹന്നാൻ യോർദാനിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പൊതുസമൂഹത്തോട്, അന്നത്തെ കാലഘട്ടത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ ചെരുപ്പിന്റെ വാരഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ യോർദാനിൽ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് സെപ്പറേറ്റ് ചെയ്ത് പതിരിനെ തീക്കകത്തേക്ക് അവൻ തള്ളിക്കളയും. ഞാൻ ചോദിക്കട്ടെ, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പൊതുസമൂഹത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞ ആരാ? വചനം കേൾക്കുന്നുണ്ടോ? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് ലോകത്തോട് യേശുവിനെ കുറിച്ച് ആദ്യം വിളിച്ചു പറഞ്ഞ ആരാ? സ്നാപക യോഹന്നാൻ. ഇതേ യോഹന്നാനെ ഹെരോദാവ് കാരാഗ്രഹത്തിലാക്കി, തടവറയിലാക്കി, പ്രതികൂലത്തിലൂടെ പോയി, ഈ പുള്ളി പ്രശ്നത്തിലൂടെ പോയി, പ്രതിസന്ധിയിലൂടെ പോയി, മരണത്തെ മുന്നിൽ കണ്ടു. ഉടനെ ഈ മനുഷ്യൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ആളയപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, പുള്ളിയോടൊന്ന് പോയി ചോദിക്ക്, ആ യേശു എന്ന് പറഞ്ഞില്ലേ, ഞാൻ സ്നാനപ്പെടുത്തിയ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സ്നാനപ്പെടുത്തിയ പുള്ളിയില്ലേ, പുള്ളിയോടൊന്ന് പോയി ചോദിച്ചു വാ, വരാനുള്ളവൻ പുള്ളി തന്നെ ആയിരുന്നോ എന്ന്. വരാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം? അപ്പോ യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാനും യേശുവിനെ തള്ളി. ശരിക്കും തള്ളിയല്ലേ? ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ അഭിഷിക്തനാണ് എന്ന് പൊതുവായി വിളിച്ചു പറഞ്ഞ കശി, പിന്നൊരു കാലഘട്ടത്തിൽ അങ്ങാര് അഭിഷിക്തനൊന്നും അല്ല എന്ന് പറയുന്നത് പുള്ളിയെ തള്ളിയല്ലേ? ഇങ്ങനൊക്കെ പറഞ്ഞാലേ ഇവിടെ ആളുകൾക്ക് ബോധം വരും. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നത് ആണോ? പക്ഷേ 21-ാം വാക്യത്തിൽ യേശു അതിന് ഉത്തരം പറഞ്ഞു. എന്നാന്നറിയോ? ആ നാഴികയിൽ ഈ സംശയരോഗികൾ അവിടെ വന്ന് പറഞ്ഞ, ഈ സംശയരോഗികൾ ഉറക്കെ പറയണം, ഈ സംശയരോഗികൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ആ നാഴികയിൽ യേശു കർത്താവ് എന്ത് ചെയ്തു? അവിടെ നിന്ന ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച എല്ലാത്തിനെ, കുരുടന്മാരെല്ലാം ഇനി വരാൻ പറഞ്ഞു. യോഹന്നാന്റെ ശിഷ്യന്മാർ കണ്ണുറന്ന് കണ്ടോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു, കുരുടന്റെ കണ്ണങ്ങ് തുറന്നു. ചെകിടന്മാരെല്ലാം ഇനി വരാൻ പറഞ്ഞു. ചെകിടന്മാരെ മുന്നിൽ കൊണ്ടുവന്നു, കൈവച്ച് പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ ചെകിടന്മാരുടെ ചെവിയെല്ലാം തുറന്നു. അല്ലാതെ നീ വരാനുള്ളവനോ നീ അഭിഷിക്തനോ എന്ന് ചോദിച്ചപ്പം ഇവന്മാര് വിമർശിക്കുകയാണല്ലോ, പണി നിർത്തിയേക്കാം എന്നല്ല. എന്നിട്ട് അത് മാത്രമല്ല കർത്താവ് ചെയ്തത്. 22-ാമത്തെ വാക്യത്തിൽ ഇവരോട് പറഞ്ഞു, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധമായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ പോയി അറിയിക്ക്. വല്ലോടത്തും ഇരുന്ന് വല്ലതും പറയാതെ നീ വന്ന് അനുഭവിക്ക്. ഒന്ന് കരമടിച്ച് വല്ലോടത്തും ഇരുന്ന് വല്ലോ പറയാതെ നീ ഇതൊന്ന് അനുഭവിക്ക്. ഇത് യോഹന്നാനെ ചെന്ന് അറിയിക്ക്. കാരണം പുള്ളിയുടെ തെറ്റല്ല. പുള്ളിക്ക് ജയിലിൽ കാണാൻ ലൈവില്ല, ആരും മിണ്ടുന്നില്ലല്ലോ. പുള്ളിക്ക് വീട്ടിലിരുന്ന് കാണാൻ ലൈവില്ല, പുള്ളി ഇതൊന്നും അറിയുന്നില്ല. സ്തോത്രം. നമ്മള്
ഒന്നും അറിയത്തില്ലെങ്കിൽ, നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിവോ ബോധ്യമോ ഇല്ലെങ്കിൽ അഭിപ്രായം പറയാൻ നിൽക്കരുത്. നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും 2 തവണ ഒന്ന് ചിന്തിച്ചിട്ട് പറയാൻ നല്ലതായിരിക്കും. അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും. ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? എന്നിട്ട് 23-ാമത്തെ വാക്യത്തിലാണ് ഈ മെസ്സേജുമായിട്ട് ഇത് കണക്ട് ആകുന്നത്. യേശു പറഞ്ഞു, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ. അപ്പൊ യോഹന്നാൻ എന്തു പറ്റി? ആരാ യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞത്? ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞത്. പക്ഷെ പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ പുള്ളിയും സംശയിച്ചു പോയി, പുള്ളിയും തെറ്റിദ്ധരിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, പിശാച് ഒരിക്കലും നമ്മുടെ ലൈഫിനെ ആ നിലയിൽ കൊണ്ടുപോകരുത്, ഇടറിപ്പോകരുത്. വിശ്വാസത്തിലും ദൈവത്തിന്റെ കൃപയിലും ഉറച്ചു നിൽക്കണം. ഒന്ന് കൈകൾ അടിച്ചത്. വിശ്വാസത്തിലും ദൈവത്തിന്റെ കൃപയിലും. ആദ്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ആദ്യ വിശ്വാസം അവസാനത്തോളം കാത്തു സൂക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുവാൻ ഇടയാകും. ഏറ്റവും അവസാനം വരെയും. ഒരു കാലഘട്ടത്തിൽ ഭയങ്കര സംഭവമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഹെരോദാവിനെ വിറപ്പിച്ചവനായിരുന്നു, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്നവനായിരുന്നു എന്നൊന്നും പറയുന്നതിലല്ല കാര്യം. നിന്റെ ഊർജ്ജശ്വാസം പോകുന്നത് വരെയും, നീ ഈ ഭൂമിയിൽ നിൽക്കുന്ന അവസാന നിമിഷം വരെയും കർത്താവിലുള്ള വിശ്വാസത്തിൽ, ദൈവത്തിന്റെ കൃപയിൽ തെല്ലും ഇടറിപ്പോകാതെ അഭിഷേകത്തിൽ, ആത്മനിറവിൽ നിലനിൽക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് സഭയോട്, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് ആലോചന അറിയിക്കുകയാണ്. നിങ്ങൾ ആ സീൻ, ആ രംഗം നിങ്ങൾ ഹൃദയത്തിൽ കണ്ടേ. വരാനുള്ളവൻ നീ തന്നെയാണോ? അതോ ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണോ? ഞങ്ങളോട് ഇത് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ വിട്ടതാണ്. കർത്താവ് ആ സ്നാപക യോഹന്നാൻ ഇടറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇടറിപ്പോകുന്നവൻ അങ്ങ് വോട്ടെന്നല്ല, അവൻ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പോട്ടിൽ നിന്ന് അന്ധനെയും കുരുടനെയും ചെകിടനെയും എല്ലാം വിളിച്ച് കർത്താവ് ഹീൽ ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഈ കാണുകയും ഈ കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിക്കണം. കാരണം ഒരൊറ്റ വ്യക്തി പോലും സംശയിച്ച് തെറ്റിദ്ധരിച്ച് വിശ്വാസത്തിൽ നിന്ന് പോകരുത്. തെറ്റിദ്ധരിപ്പിക്കാൻ പിശാചുണ്ട് ഇവിടെ, തെറ്റിദ്ധരിപ്പിക്കാൻ സാത്താന്റെ ദൂതനുണ്ട് ഇവിടെ, തെറ്റിദ്ധരിപ്പിക്കാൻ അശുദ്ധാത്മാക്കൾ ഉണ്ട് ഇവിടെ. പക്ഷേ അതിന്റെ നടുവിൽ ഏറ്റുപറഞ്ഞ വിശ്വാസവും ഏറ്റെടുത്ത ദൈവകൃപയും പ്രാപിച്ച അഭിഷേകവും വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ ആ കൃപയുടെ വാക്കുകളും നിലനിർത്തണം.